മുടിയാ വന്നാ ബാലു ഇങ്ങ് വന്നേ വാ. എന്തിനാ പുറകോട്ട് പോണേ? ബാലു ഇങ്ങ് വാ. ബാലുവിനോട് ഞാൻ പറഞ്ഞതല്ലേ ഉച്ചയ്ക്ക് ഈ വീടെല്ലാം വൃത്തിയാക്കിയിട്ടോളണമെന്ന് അല്ലേ? എന്നിട്ട് കുട്ടികൾ ഇങ്ങനെയൊക്കെ കാണിച്ചിടുമ്പോൾ ബാലുവിന് അവരോട് പറഞ്ഞൂടെ വൃത്തികേടാക്കല്ലേ, അമ്മ വരുമ്പോൾ വൃത്തിയാക്കിയിടാനാണ് പറഞ്ഞതെന്ന്? ഞാൻ പറഞ്ഞു, അവര് കേട്ടില്ല. ഇതിപ്പോ ഞാൻ എങ്ങനെ വൃത്തിയാക്കും? വെളിയിൽ കിടന്ന് ചെരുപ്പെടുത്ത് ആരാത്തിട്ട് ഓറഞ്ച് തിന്ന് ഇവിടെ ഇട്ട്. ശരി, അതെല്ലാം ചെയ്തു. ബാലുവിന്റെ വായിലെന്താ നാക്കില്ലേ? കുട്ടികളെ ശാസിക്കാനുള്ള ബുദ്ധിയൊന്നും ഇല്ലേ ബാലുവിന്? എടാ മുടിയാ വിഷ്ണു, ഞാൻ പറഞ്ഞു, അമ്മമാര് കേട്ടില്ല. കോള പോലെ വളർന്നല്ലോ. ഒരു വീട് ഇങ്ങനെയാണോ സൂക്ഷിക്കേണ്ടേ? എന്തെങ്കിലും പ്രയോജനമുണ്ടോ എനിക്ക് നിന്നെയൊക്കെ കൊണ്ട്? ഉപദ്രവം അല്ലാതെ. അച്ഛൻ പറഞ്ഞിട്ട് നീയൊക്കെ അനുസരിച്ചോ? അനുസരിച്ചോന്ന്? അച്ഛനാ? അച്ഛനുണ്ടായിരുന്നു കൂടെ. നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ എനിക്ക് മറ്റേ ഫാമിലി നമ്മള് നിങ്ങളെ പെണ്ണുമ്പിള്ള എവിടെ? പെണ്ണുമ്പിള്ള ഭാര്യ സിന്ധു എന്ത് പിന്നെ തീറ്റ കൊടുക്കാറില്ലേ? തീറ്റ കൊടുക്കാനെന്താ പൂച്ചക്കുഞ്ഞോ? അങ്ങനെ തട്ടാമുട്ടിയൊന്നും പറയണ്ട. മീന് വറുത്ത് വെച്ച മണം കേട്ട് എന്റെ വീട്ടിൽ വന്ന് വറുത്ത മുഴുവൻ മീനും കട്ട് തിന്നു വരും. അതെ, മീൻ പൊരിച്ച എടുത്ത് അകത്ത് വയ്ക്കണം, അല്ല കാറ്റ് പറഞ്ഞ വാക്കിനെടുത്ത് മീൻ വെച്ച് കഴിച്ചാൽ പണം അടിക്കും. കുട്ടികൾ തെറ്റിയത് എങ്ങനെയാണോ പറയണ്ടേ? സോറി സിന്ധു, ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. സോറിടാ. നിനക്ക് നാളുണ്ടാണോ? ഇവിടെ ഒന്നും നിനക്ക് തിന്നാനില്ലേ? കുഞ്ഞല്ലേ, മര്യാദക്കൊക്കെ വൃത്തിയാക്കി. അവരല്ല, ബാലു വൃത്തിയാക്കും. എനിക്കവിടെ വേറെ പണിയുണ്ടെന്ന്. അതൊക്കെ ഞാൻ വൃത്തിയാക്ക്. ശിവ, ഇവിടെയൊക്കെ വൃത്തിയാക്ക്. അച്ഛനുണ്ട്. നിന്റെ അമ്മ നീരിയല്ല, കള്ളിയങ്കാട്ട് നീരിയാണ്. കള്ളിയങ്കാട്ട് നീരി വൃത്തിയാക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങോട്ട് നീക്കിട്ടേക്കാൻ മാറ്റിയിട്ടേക്കണം. നോക്കിക്കൊണ്ടിരിക്കാതെ ഒന്ന് ചെയ്യേ, ഒന്ന് കുനിഞ്ഞ് ഒന്ന് ചെയ്യേ. പാല് പഠിക്കാ ചെയ്യ്. ഇതൊക്കെ ഇങ്ങനെ കിടന്നത് എന്റെ പിറകെ വരാ. അവിടെ പോയി ചെയ്യ്. പോകും. അതാണ് ബാഗ് എടുത്ത് മാറ്റാ. ബാഗ് എടുത്ത് മാറ്റാ. അതാരെ ബാഗ് എടുത്ത് മാറ്റാൻ അവിടെ ചെയ്തോളൂ. ഞാൻ അവിടെ പെട്ടെന്ന് എടുത്ത് വെച്ചാണോ നീ ഇവിടെ പോയതാ പറയുന്നത്? എന്താ കണ്ടിട്ട് നോക്കണം അമ്മ. പോരെ നോക്ക്. ഇതെന്താ? സോറി. ഇതിനാണോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വൃത്തിയാക്കിയത്? ഇതെന്തായാലും പാടില്ല. ഇത്രയും ഞങ്ങൾ കഷ്ടപ്പെട്ട് വൃത്തിയാക്കിയതാ. അത് ഒറ്റയ്ക്ക് ചീത്തയാക്കി.
സോറി സോറി. കൂടുതൽ വാല് അടിക്കരുത്. ഇപ്പൊ സമാധാനമായ നമുക്ക് വൃത്തിയാക്കാം കേട്ടോ. വാ. ആര് വൃത്തിയാക്കാൻ? ഞങ്ങളാ? ഞങ്ങളങ്ങ് മാറി ഒറ്റയ്ക്ക് വൃത്തിയാക്കി ചതി. വാ. അത് ശരി. ബാലു ഒരു തുണി എടുത്തല്ലോ വാ. നീ വാ. പിന്നെന്താ ബാലു മകള് വാ. ആരും തുണി എടുക്കാൻ നിൽക്കണ്ട. ആരും തുണി എടുക്കാൻ മകള് വാ. നിൽക്കണ്ട. മകള് വാ. ഇതില്ലേ നില്ലേ. മകള് വാ. ഇതില്ലേ നില്ലേ. വൃത്തിയാക്ക്. ബാലു ഒരു തുണി വേണം ബാലു. മകളെ നേരെ ഒന്ന് സൈഡിൽ അവിടെ വീണ്ടും കറി എന്തൊക്കെയായിരുന്നു കളയക്കാട്ട് ബോംബ് അവസാനം ശവന പമ്പാതെ ഒതുങ്ങിയാണ് ഒഴുകി സമയം എടുത്ത് തുടക്കട്ടെ. കുറച്ച് സ്പേസ് കൊടുത്തവര് പെട്ടെന്നാവട്ടെ പെട്ടെന്നാവട്ടെ. മണിക്കൂട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. മകളെ ഇത് പണ്ടത്തെ വീട്ടിലെ ചാണകം മുഴുവൻ കേട്ടിട്ടുണ്ടോ? ഇന്നത്രയും മതി.